രക്ഷാധികാരി കൂടിയായ ഡോക്ടർ ബി രാമചന്ദ്രൻ സാറാണ് സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ദേശീയതലത്തിൽ ലങ്കാരി മത്സരത്തിലുള്ള കുട്ടികൾക്ക് 4ാം സ്ഥാനം കരസ്ഥമാക്കാൻ കാരണഭൂതമായി തീർന്ന അവിടെ കോച്ചും പരിശീലനമെല്ലാമായിട്ടുള്ള ശ്രീ തങ്കച്ചൻ ഗോപാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആശംസിക്കുന്ന മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ജെയിംസ് എൻ പോൾനെസ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ നന്ദി പറയുന്ന ശ്രീ പി ജെ ദേവസ്യ സാർ, ട്രസ്റ്റ് കൂടിയായ പി ജെ ദേവസ്യ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുക. പി ജെ ദേവസ്യ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥന. കരുണയ ഞങ്ങളെ നീ നയിക്കൂ, കർപ്പൂരദീപം തെളിച്ചിടാം ഞങ്ങൾ, കൈവല്യദാതാവേ കാത്തിടണേ, കാരുണ്യവാരിധേ സർവേശ്വരാ, കരുണയ ഞങ്ങളെ നീ നയിക്കൂ, കർപ്പൂരദീപം തെളിച്ചിടാം ഞങ്ങൾ, കൈവല്യദാതാവേ കാത്തിടണേ. സഹായം നൽകി വരുന്നു. ഇതുവരെ 27 വീടുകൾ പണി പൂർത്തീകരിച്ച് അതിന് അർഹതപ്പെട്ടവർക്ക് കൈമാറി കഴിഞ്ഞു. പുതിയ രാജ്യത്തേക്ക് എത്രയും വേഗത്തിൽ പണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 10 ഭവനങ്ങളുടെ ഉത്തരവാദിത്വം കൂടി ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിലും ലക്ഷ്യമിച്ചുകൊണ്ട് ടൂറിസത്തിലാണെങ്കിലും ട്രാവലിംഗിലാണെങ്കിലും കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ പൂർത്തീകരണത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ പേര് മാത്രമല്ല, മറിച്ച് സമൂഹത്തിലെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് സഹായം അർഹിക്കുന്ന ആൾക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കുക. അതെന്താണ് അവരുടെ ഒരു പ്രത്യേക ലക്ഷ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒന്നുകിൽ വിദ്യാഭ്യാസമായിരിക്കാം, അല്ലെങ്കിൽ ഭവന നിർമ്മാണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഒറ്റയ്ക്കുള്ള ഒരു പ്രവർത്തനമായിരിക്കാം തരണം ചെയ്യുന്നത്. എന്നാൽ ഇത് ഒരു മൾട്ടിപ്പിൾ പ്രോഗ്രാമായിട്ടാണ് 20+ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അവരുടെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം കൺസൾട്ടൻസി പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും ആണ് ഇവിടെ പ്രധാനമായും നടക്കുക. അതോടൊപ്പം തന്നെ ലങ്കാടി മത്സരത്തിൽ ദേശീയ തലത്തിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ കൊച്ചു മിടുക്കന്മാരെയും മിടുക്കികളെയും ആദരിക്കുന്ന ചടങ്ങുമാണ് ഇവിടെ നടക്കുക. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാനേജിംഗ് ട്രസ്റ്റ് കൂടിയായ 20+ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റ് കൂടിയായ ശ്രീ ജെയിംസ് എൻ പോളിനെ സാദരം ക്ഷണിക്കുകയാണ്. സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, അപ്പോൾ ഈ ട്രസ്റ്റിന്റെ ഏകദേശം ഒരു രൂപം മാത്യു സാറ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനെപ്പറ്റി ഇനി വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ ട്രസ്റ്റ് തുടങ്ങിയിട്ട് ഇത്രയും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും അത് പൂർത്തീകരിക്കാനുള്ള എല്ലാ വഴിയും തുറന്നു കിട്ടിയിട്ടുണ്ട്. അതിന് തന്നെ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പോൾ ഇതിന്റെ തുടക്കത്തിൽ ഇത്രയുമായെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ഓരോന്നും കൃത്യ സമയത്ത് അത് പൂർത്തീകരിക്കുവാൻ ഞങ്ങളോടുകൂടെ നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് കുറേ പ്രോഗ്രാമുകളുണ്ട്. മാത്യു സാറ് പറഞ്ഞു, അതല്ലാതെ മറ്റുള്ള മേഖലയിലേക്ക് ഞങ്ങൾ ഓരോ മേഖലയിലേക്കും തിരിഞ്ഞു വരും. കാരണം ഏകദേശം ഞങ്ങൾ 20-ൽ കൂടുതൽ മേഖലയിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചുകൂടി ഒരേ മനസ്സോടെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ ആ മേഖലയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആദ്യം തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. ആദ്യമായി തന്നെ ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ചെയർമാനായ തോമസ് ജേക്കബ് സാറാണ്. അദ്ദേഹമാണ് ഇത് ഇവിടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ഉദയം ചെയ്യാനുള്ള അതിന്റെ ബേസിക് കാരണം അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തെ
അദ്ദേഹത്തിന് മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തികളും കൂടെ നിന്നുകൊണ്ട് ആ സഹായമൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത് നമ്മുടെ വെബ്സൈറ്റ് ഉദ്ഘാടനത്തിന് MLA സണ്ണി സാറാണ് വരേണ്ടത്. ഇന്നലെ എന്നോട് വിളിച്ച് പറഞ്ഞു ചെറിയൊരു താമസം ഉണ്ടാവും, എന്നാലും 10:45 ആകുമ്പോഴത്തേന് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ഏത് നിമിഷത്തിലും അദ്ദേഹം എത്തിച്ചേരും. അപ്പൊ അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും ആമതില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അതുകൊണ്ട് അദ്ദേഹത്തെയും നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. രണ്ടാമത് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ആദരിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ EP വേണുഗോപാലാണ്. അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എവിടെ ഏത് കാര്യം വിളിച്ചാലും അവിടെ ഒരു തടസ്സവും കൂടാതെ കൃത്യസമയത്തിന് മുമ്പ് തന്നെ എത്തിച്ചേരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എല്ലാ മേഖലയിലും ഓടി നടന്ന് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തു പോകുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ രക്ഷാധികാരിയായ രാമേന്ദ്രൻ ഡോക്ടറാണ്. നിങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹവും ഈ ഇത്രയും പ്രായത്തിന്റെ ഇടയ്ക്കും ഒരു ചുരുക്കോടുകൂടി ഒരു ചെറുപ്പക്കാരനെ പോലെ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് ആര് വിളിച്ചാലും വഴിയെല്ലാം എത്തി അതെല്ലാം സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ തങ്കച്ചൻ കോക്കാട്ടാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ലങ്കാടി എന്ന ഒരു മത്സരത്തെ, ഒരു സ്പോർട്സ് ഐറ്റത്തെ ഈ കേരളത്തിൽ എനിക്ക് തോന്നി ആദ്യമായി പരിചയപ്പെടുത്തിയതും ഈ കേരളത്തിൽ ഇത്രയും കുഞ്ഞുങ്ങളെ അതിനകത്ത് ഒന്നിച്ചു ചേർത്ത് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്ത ഒരു ദേഹമാണ് തങ്കച്ചൻ കോക്കാട്ട്. അപ്പൊ അത് ആദ്യമായി തന്നെ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അത് ഇനിയിപ്പം നാഷണൽ ലെവലില് 4ാമത്തെ സ്ഥാനത്താണെങ്കിലും ആദ്യമായി തന്നെ 4ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞതില് വളരെ അഭിമാനമുണ്ട്. അത് നമ്മുടെ പേരാവൂരിലും തൊണ്ടിക്കും ഒക്കെ അഭിമാനമായിരിക്കുന്നു. അതിന് നേതൃത്വം വഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട തങ്കത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ദേവ് സാറാണ് നന്ദി പറയുന്നത്. ഞങ്ങളുടെ ഈ ട്രസ്റ്റിന്റെ എല്ലാമാണ് എല്ലാ കാര്യത്തിലും ഓടി നടന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് മുമ്പോട്ട് നയിക്കുന്ന ദേവസ്വ സാറിനെയും ഈ യോഗത്തിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും നിങ്ങളുടെ വേദിയിലിരിക്കുന്ന ഓരോരുത്തരെയും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും വരാനിരിക്കുന്നവരെയും എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ ഭാഷണത്തിനായി ഞാൻ ഈ മൈക്ക് കൈമാറുന്നു. വിവിധ മണ്ഡലങ്ങളിൽ തന്റെ മികവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് അത് കായികമാണെങ്കിലും കലാരംഗത്താണെങ്കിലും അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലും വളരെ സജീവ സാന്നിധ്യമായി ഒരു ഹൈസ്കൂൾ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായിട്ട് വിരമിച്ചതിനു ശേഷം അതേ ഊർജത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തോമസ് ജേക്കബ് സാറ്. സാറിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. അധ്യക്ഷ പ്രഭാഷണത്തെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ക്ഷണിക്കുകയും ചെയ്യുന്നു. ഉപേക്ഷനായിരിക്കുന്ന പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ EP വേണുഗോപാൽ അവരുടെ അറിയാതരണനായ നമ്മുടെ രക്ഷാധികാരിയായ രാമേന്ദ്രൻ ഡോക്ടറെ, ദേശീയ തലത്തിൽ ശ്രദ്ധ കൊണ്ടുവരാൻ കഠിനാധ്വാനം ചെയ്ത കോച്ചായ തങ്കച്ചൻ ചേട്ടാ, നമുക്കേറെ പ്രിയപ്പെട്ട ഇതിൻ്റെ ട്രസ്റ്റിയായ മാനേജിംഗ് ട്രസ്റ്റിയായ ജെയിംസ് ചേട്ടാ, നന്ദി അറിയിക്കുന്ന ട്രസ്റ്റി അപ്പൻ ചേട്ടാ, ഇവിടെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ബഹുമാനിയരെ, ഏറ്റവും പ്രിയപ്പെട്ട കായിക താരങ്ങളും ഈ അവസരത്തിൽ ഏറെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ തൊട്ടുപിറകെ മറ്റൊരു ചടങ്ങുകൂടി ഈ ഓഡിറ്റോറിയത്തിൽ നടക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രോഗ്രാം അല്പം നീണ്ടു
പോയി. മറ്റുള്ളവരുടെ അസൗകര്യം മൂലം ലേശം സമയം വൈകിയാണ് ആരംഭിച്ചത്. 10 മണി എന്നുള്ള 1/2 മണിക്കൂറിലേക്കാണ്. അതുകൊണ്ട് ഒരു 11:15 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇപ്പോൾ നമ്മുടെ സമയം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. 20+ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം നമ്മുടെ ആങ്കറായ ബഹുമാനപ്പെട്ട മാത്യു മാഷും സ്വാഗത ഭാഷകനും ഒക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സമൂഹത്തിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ ആവശ്യതയുള്ള മേഖലകൾ എവിടെയുണ്ടോ അവിടെ നമ്മുടെ കൈത്താങ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റ് ഇവിടെ രൂപീകൃതമായിട്ടുള്ളത്. ഇതിന്റെ ട്രസ്റ്റുകാർ ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ ഈ ട്രസ്റ്റ് ഇതിന്റെ മദർ കൺസേൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അമ്മ ഉള്ളത് വിദേശത്താണ്. അമേരിക്കയിലെ ബോസ്റ്റൺ കേന്ദ്രീകരിച്ച് ശരണ്യം എന്ന് പറഞ്ഞുള്ള ട്രസ്റ്റാണ് അടിസ്ഥാനശീല നമ്മുടെ. അതിലൂന്നി നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ആവിഷ്കരിക്കുന്നത്. 100 കണക്കിന് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഫണ്ട്, +2 ശേഷം പണമില്ലാതെ ഒരു കുട്ടിയും പഠിക്കാതിരിക്കരുത്. അത്തരത്തിൽ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഉള്ള നടപടികളാണ് ശരണ്യത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ആ ശരണ്യത്തിന്റെ ഫണ്ടുകളാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റ് ഇതര ട്രസ്റ്റുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തത, നമ്മുടെ ഫണ്ടുകൾ ഇത്തരത്തിൽ പുറമേ നിന്ന് വരുന്നത് നമ്മളിവിടെ ട്രസ്റ്റ് മേടിച്ച് ട്രസ്റ്റ് കൂടെ വന്ന് കയറി ഇറങ്ങി പോകുന്ന ഒരു സിസ്റ്റമല്ല. മറിച്ച് അർഹരായ കുട്ടിയുടെ കോളേജ് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന സിസ്റ്റമാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ചുരുക്കം ചില സാഹചര്യങ്ങൾ മാത്രം കുട്ടികൾക്ക് കൊടുക്കും. അത് അവർക്ക് ഫീസ് അല്ലെങ്കിൽ ചിലപ്പോൾ സമയം കടബാധ്യതയൊക്കെ ആക്കി വെച്ചിരുന്നവരുടെ കുട്ടികളുടെ അക്കൗണ്ടിൽ കൊടുക്കും. അല്ലാത്തവർക്ക് കോളേജ് അക്കൗണ്ടിൽ ഡയറക്റ്റ് കൊടുക്കുകയാണ്. ഭവന നിർമ്മാണവും അതാത് നിർമ്മാണ പ്രവൃത്തി ചെയ്യുന്നവർക്കും ഫണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു തരത്തിലും ഒരു മിസ്യൂസും ഒരു രൂപയും ഉണ്ടാകാത്ത വിധത്തിലുള്ള ക്രമീകരണമാണ് ഈ 20+ ചെയ്തിരിക്കുന്നത്. 20+ലെ അംഗങ്ങൾ ആകുന്ന ആർക്കും അവിടെ വന്ന് ഏത് സമയത്തും 20+ന്റെ കണക്കുകൾ നോക്കാം. സുതാര്യമാണ്. ഇതൊരു ജനകീയ ട്രസ്റ്റാണ്. അത് ഞാൻ ആദ്യം പറയണം. ഒരിക്കൽ കൂടെ ഇതിനകത്ത് സാധാരണ ഇതിലുള്ള ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് അധികം ഫാമിലി ട്രസ്റ്റുകളാണ്. എന്ത് നടക്കുന്നെന്ന് പോലും ആർക്കും അറിയാൻ കഴിയില്ല. ഇതിലുള്ളത് എല്ലാം സുതാര്യമാണ്. കണക്കുകൾ കാണാം, ചെയ്യുന്ന പ്രവൃത്തി കാണാം. അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് 20+ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് പങ്കാളികളായിക്കൊണ്ട് ധാരാളം ആളുകൾ കടന്നു വരുന്നുണ്ട്. ട്രസ്റ്റിലേക്ക് മെമ്പർമാരായി ചേർന്നുകൊണ്ട് വരുന്നുണ്ട്, സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള ഫണ്ട് റേസിംഗ് ഒന്നും ഇവിടെ ഇതുവരെയും ചെയ്തിട്ടില്ല. നാട്ടിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. അത് വാങ്ങാത്തതിന്റെ കാരണം നമ്മുടെ ഫോർമൽ ആയിട്ടുള്ള പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ പൂർത്തീകരിക്കേണ്ടതിന്റെ ഭാഗമാണ്. ഇത് പണക്കാരുടെ ട്രസ്റ്റ് അല്ല. പണക്കാർക്ക് ഇതിൽ അംഗമാകാം, സാധാരണക്കാർക്ക് അംഗമാകാം, സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ളവർക്കും ഈ ട്രസ്റ്റിൽ അംഗമാകാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന് നമ്മൾ സഹായം ചോദിക്കുന്നത് ഒരു കുട്ടിയെ പഠിപ്പിക്കാനല്ല, രോഗി സഹായമുണ്ട്. 5000-10,000 നമ്മൾ ചോദിക്കുക. നമ്മൾ ചോദിക്കുന്നത് ആകെ 20 രൂപ കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നുള്ളൂ. പിന്നെ തൊഴിലുറപ്പിന്റെ ജോലി ചെയ്യുന്നവർക്കും ഫണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്രമീകരണത്തിലാണ് 20+ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഏറെ മഹത്തരമായി ദേശീയ താരങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരുടെ കോച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട്. തങ്കച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം കായിക രംഗത്തെ ഒരു അതുല്യ പ്രതിഭ എന്നേ പറയത്തുള്ളൂ. അദ്ദേഹത്തിന് അറിയില്ലാത്ത, പരിശീലിപ്പിക്കാൻ അറിയില്ലാത്ത കായിക ഇനങ്ങളില്ല. ആർച്ചറിയിലൊക്കെ ദേശീയ മെഡലുകൾ വാരിക്കൂട്ടിയ താരങ്ങളെ വാർത്തെടുത്ത പ്രതിഭയാണ് തങ്കച്ചേട്ടൻ. ഇന്ന് അദ്ദേഹത്തിനുള്ള ആദരവ് പഞ്ചായത്ത് പ്രസിഡന്റിലൂടെ കൊടുക്കുകയാണ്.
ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനം ഇനിയും തുടരട്ടെ. ബാക്കപ്പ് ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ ഉള്ള പിന്നീടൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ സഹകരണം ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. ഈ കുട്ടികൾക്ക് നിങ്ങൾ താരങ്ങളായി വളർന്നു വരുന്നു. നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. നിങ്ങളിപ്പോൾ മത്സരിച്ചത് ലങ്കാടി എന്ന ഇനത്തിലാണ്. ഒരു പുതിയനം ആണെങ്കിലും അതിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് കേരളത്തിന്റെ സാന്നിധ്യം അറിയിച്ച താരങ്ങളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഇനിയും കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ വന്ന നിങ്ങൾ ഓരോരുത്തരെയും സിറ്റി പ്ലസിന്റെ പ്രവർത്തകരെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നടത്തുന്നു. താങ്ക് യു. പേരാവൂർ പഞ്ചായത്തിലെ പേരാവൂരിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പി വേണുഗോപാൽ അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിന്റെ ഏറെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ പ്രസിഡന്റ് ജനറൽ ശ്രീ തോമസ് കെ പ്രൊഫസർ, ഇവിടെ ഉദ്ഘാടനം നടത്താൻ ഇവിടെ എത്തിച്ചേരാനിരിക്കുന്ന ബഹുമാന്യ എം.എൽ.എ. സണ്ണി ജോസഫ്, അതോടൊപ്പം തന്നെ നമ്മുടെ വേദിയിരിക്കുന്ന നമ്മുടെ രാവിലെ ഡോക്ടർ ശ്രീ രാമചന്ദ്രൻ, എൻ്റെ രക്ഷാധികാരി, അതുപോലെ തന്നെ തങ്കച്ചൻ കോക്കാട്ടൻ, സ്വാഗതം ആശംസിച്ചിട്ടുള്ള എൻ്റെ ട്രസ്റ്റി ജെയിംസ്, നന്ദി പറയുന്ന ശ്രീ പി ജെ ദേവസ്യ ഉൾപ്പെടെയുള്ള വേദിയിരിക്കുന്ന ബഹുമാനികൾ, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കായിക താരങ്ങൾ, അതോടൊപ്പം നമ്മുടെ രക്ഷിതാക്കൾ, ഈ 20+ ചാമ്പ്യൻ ട്രസ്റ്റിൻ്റെ അംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ. ഇപ്പോൾ നമ്മുടെ പേരാവൂർ കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള 20+ ചാമ്പ്യൻ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെട്ടു. ഇതിൻ്റെ കാര്യം വിശദമായി ഇവിടെ നമ്മുടെ ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു. മറ്റൊരു പരിപാടി, ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങളെല്ലാം പങ്കെടുത്ത ഈ ട്രസ്റ്റിൻ്റെ രൂപീകരണമായിരുന്നു. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ നാനാഭാഗം വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ചടങ്ങ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ചാരിറ്റി രംഗത്ത് നിരവധിയായ സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തികളൊക്കെ പ്രവർത്തിക്കുന്നു സമൂഹത്തിൽ. അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക ഒരു കർമ്മ പരിപാടി തയ്യാറാക്കി അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ട്രസ്റ്റിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല, ഈ ചടങ്ങിൻ്റെ ഭാഗമായി നമുക്കറിയാം എല്ലാ മേഖലയിലും ഇടപെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കായിക മേഖലയിൽ എല്ലാ മേഖലയിലും മികവ് തെളിയിക്കുന്ന അല്ലെങ്കിൽ തെളിയിച്ചിട്ടുള്ള അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള ഇടപെടലാണ് ഇവിടെ ഈ ട്രസ്റ്റ്. അതാണ് മറ്റ് ഇതുപോലുള്ള ട്രസ്റ്റുകളും അല്ലെങ്കിൽ ചാരിറ്റി സംവിധാനങ്ങൾക്കും വ്യത്യസ്തമായി വേറിട്ട് നിൽക്കുന്നത്. മറ്റ് ചാരിറ്റി സംഘടനകൾ എന്ന് പറയുന്നത് ആളുകളെ സഹായിക്കാൻ അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ ആവശ്യമായുള്ള ഇടപെടൽ ആ മേഖലയിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിർവഹിക്കുമ്പോൾ സമൂഹത്തിൻ്റെ സ്പന്ദനം മനസ്സിലാക്കി അതിൽ സാമൂഹികമായി ഇടപെടുക എന്ന കർത്തവ്യത്തിൻ്റെ ഈ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അതിൽ തെളിയിച്ചത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം നമുക്ക് നേരത്തെ ഇവിടെ പറഞ്ഞു, നമ്മുടെ കായിക ലോകത്തിന് പുതിയൊരു ഇനത്തെ പരിചയപ്പെടുത്തിയ ലങ്കാടി അത് ദേശീയ തലത്തിൽ
അത് കേരളത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയ നമ്മുടെ പേരാവൂരിന് ഒരു പ്രത്യേകതയുണ്ട്. ആർച്ചറി എന്ന ഐറ്റംസിന് പരിചയപ്പെടുത്തുകയും അതിൻ്റെ വിപുലീകരണത്തിന് വേണ്ടി അടിത്തറവാകുകയും ചെയ്ത് ആണ് തങ്കച്ചൻ. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഈ മത്സരത്തെ അല്ലെ ഈ കായിക ഇനത്തെ നമ്മുടെ കേരളത്തിന് പരിചയപ്പെടുത്തി നമ്മുടെ പേരാവൂരിലാണ്. പേരാവൂരിൽ നമുക്ക് നമ്മുടെ കായിക ലോകത്തിന് ഏറെ സംഭാവന ചെയ്ത നാടാണ്. നമ്മുടെ പേരാവൂർ അല്ലെങ്കിൽ തൊണ്ടിയിൽ കേന്ദ്രമാക്കി നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ കായിക മേഖലയിൽ സജീവമായി ഇടപെടുന്ന ഒരു കാലം കൂടിയാണ്. ഇപ്പം ഇന്ന് അടുത്ത കാലത്ത് നമ്മുടെ മേഖല ഈ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധയാകർഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് പേരാവൂർ. ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഇത്തരം തങ്കച്ചൻ കോക്കാട്ടിനെ പോലെയുള്ള വ്യക്തികൾ മുന്നിട്ടിറങ്ങുന്നതിൽ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം എന്തായാലും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ലങ്കാടി എന്ന ഈ കായിക ഇനത്തിൻ്റെ പരിശീലനം ആരംഭിച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല. 3 മാസമായി. ആ 3 മാസത്തിനുള്ളിൽ ഈ മേഖലയിൽ വലിയ നേട്ടം നമ്മുടെ കുട്ടികൾക്ക് നാഷണൽ ലെവലിൽ ഉൾപ്പെടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തലത്തിലേക്ക് വരാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമില്ല. അപ്പം അതുകൊണ്ട് അതൊരു ചെറിയ കാര്യമായിട്ട് കാണും. 3 മാസമാണ്. അപ്പം അതുകൊണ്ട് ഈ വിവരങ്ങളിലേക്ക് ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കായിക താരങ്ങൾ ഈ മേഖലയിൽ വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനൊരു പ്രോത്സാഹനമാണ് ഇപ്പോൾ ഈ ട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ താരങ്ങളെ അല്ലെങ്കിൽ ഈ കുട്ടികളെ എല്ലാം ഞാൻ ഈ ഘട്ടത്തിൽ അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ തങ്കച്ചൻ കോക്കാട്ടിന് ഇവിടെയുണ്ട്. ഇതിൽ നമ്മൾ അദ്ദേഹത്തെ ഏറെ വിനയത്തോടെ ഞാൻ അനുമോദനം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കായിക മേഖലക്ക് നമ്മുടെ പാരമ്പര്യം, പേരാവൂരിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുന്ന തരത്തിൽ അതിനെ ഒരു പിന്തുണ കൂടി ഈ ഈ ഇനത്തെ പരിചയപ്പെടുത്തുന്നതുകൊണ്ട് നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് മൊത്തത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും വലിയ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പരിപാടി ഉള്ളതുകൊണ്ട് എന്തെല്ലാം വരാൻ ഇടയ്ക്ക് വരികയാണെങ്കിൽ കാണാൻ എല്ലാവരും ഞാൻ പോവും. എല്ലാവരും പരിപാടി മുതൽ നാലാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികളെയാണ് ഇവിടെ ആദരിക്കുന്നത്. സബ് ജൂനിയർ ഗേൾസിലെ അമയ എം, ക്യാപ്റ്റനായ അമയ. വൈസ് ക്യാപ്റ്റനായ കാതറിൻ ബിജു. ഗോപാംഗന കെ, ഗോപാംഗന അതല്ലേ, നിയ റോസ് ബിജു, നിയ റോസ് ബിജു. നിയ കെ, നിയ കെ.
ഷാൽബിയ ബിജു, ഋഷിക പി, മിഷേൽ മരിയ തോമസ്, ശ്രീദിയ ശ്രീജിത്ത്, കൃഷ്ണാഞ്ജലി കെ, നൈനിക സി സതീഷ്, നിഹാരിക ഇ പി, തനയ ദാസ്, ദിയ ആൻഡ് ഗനി, റിസ ഫാത്തിമ, ദിയ ആൻഡ് ഗനി ഉണ്ടല്ലോ, ഇല്ല, റിസ ഫാത്തിമ, അത് സീനിയർ കാറ്റഗറിയാണ്. ഗേൾസ് സീനിയർ കാറ്റഗറിയിൽ കൃഷ്ണതീർത്ഥ കെ ക്യാപ്റ്റനായിരുന്ന കൃഷ്ണതീർത്ഥ, വൈസ് ക്യാപ്റ്റൻ ചൈതന്യ വിനോദ്, നിവേദിത സതീഷ്, വന്നില്ല, ഇതിഹ നന്ദിയത്ത്, കൃഷ്ണതീർത്ഥ, ചൈതന്യ വിനോദ്, നിവേദിത, ഇതിഹ. അത് ജൂനിയർ ഗേൾസിന്റെ പേരുകൾ വിളിക്കുകയാണ്. ക്യാപ്റ്റനായിരുന്ന ആൽഫി ബിജു, ജൂനിയർ ഗേൾസ് കാറ്റഗറി ആൽഫിയ, വന്നില്ല, റന ഫാത്തിമ വൈസ് ക്യാപ്റ്റൻ, അശ്വതി പി, അനുഷ്ക രാജൻ, ശിവനന്ദ കക്കര, ബിസ്മിയ ബിജു, ഇല്ല, ആനിയ ജോസഫ്, ശിവപ്രശാന്ത്, ജൂനിയർ ബോയ്സില് ആഗ്നേയ് പുഷ്പൻ, രണ്ടുപേരില്ല അല്ലേ, ആൻജിത്ത് വിജയനും. എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. വിജേഷ്, അനേ കൃഷ്ണ അനീഷ്, വസുദേവ് കെ വൈസ് ക്യാപ്റ്റനായിരുന്ന വസുദേവ്,
വാസുദേവ് കെ എം രണ്ടുപേരുണ്ടോ? വാസുദേവ് കെ എം, യദുകൃഷ്ണ കെ ആർ, പാർത്ഥിവ് പി, പാർത്ഥിവ്, അമർനാഥ് അനീഷ്, അമർനാഥ് അനീഷ്, അലൻ ജോസഫ് ബിജു, അഡോൺ ബിജു, ഷോൺ തോമസ്, ഷോൺ തോമസ്, ബ്ലസിൻ ബിജു, സോറി ഷിജു, ബ്ലസിൻ ഷിജു, നീരജ് എൻ ആർ, ദേവദർശ് ആൻഡ് ദേവദർശ്. ആർക്കെങ്കിലും കിട്ടണ്ടല്ലോ? ആ, കുട്ടികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇനി അടുത്തതായിട്ട് കോച്ച് തങ്കച്ചൻ കോക്കാട്ടൻ നൽകുന്ന മെമന്റോ ആണ്. അത് നൽകുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുക. ഞാൻ കിട്ടാണ്ടോ? ഇല്ലല്ലോ, ഇല്ല. നമുക്കറിയാം, തൊണ്ടിയെ കേന്ദ്രമാക്കി വിവിധ കായിക പ്രവർത്തനങ്ങളിൽ കുട്ടികളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയാണ് തങ്കച്ചൻ കോക്കാട്ടൻ. നമ്മുടെ വിധത്തിൽ പറഞ്ഞാൽ ഒറ്റയാൻ പട്ടാളം പോലെ തന്നെയാണ്. എന്നാൽ ആവശ്യത്തിന് മറ്റുള്ളവരെ സഹായങ്ങളും അഭ്യർത്ഥിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വളരെ സന്തോഷമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ട്രസ്റ്റിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇനിയും ഭാവിയിൽ കുട്ടികൾക്ക് ഉന്നതങ്ങളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനത്തിൽ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുകയാണ്. ഇവിടെ ദേശീയ മീറ്റ് നടന്നെവിടെയായിരുന്നു? നമ്മുടെ MLA എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഇത്തരത്തിനിടയിൽ നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കാൻ ഓടി വന്ന MLA സലീബ് സഹോദരൻ ഏറ്റവും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മാർലെ ഓക്കെ, റെഡി റെഡി. കഴിഞ്ഞ എടുത്തു പോലെ 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 ഇരിക്കും. ആയിക്കോട്ടെ 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 ഓക്കെ. 27 വീടുകൾ പൂർണ്ണമായും നിർമ്മിച്ച് അവർക്ക് കൈമാറിയിരിക്കുകയാണ്. പുതിയ പ്രോജക്റ്റായിട്ട് തപ്പത്നാല് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ പ്രസ്ഥാനമാണ് 20+ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് അറിയിക്കുകയാണ്. താങ്ക് യു സാർ. സാറിന്റെ സന്ദേശം സംസാരിച്ചതിന് ശേഷം വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. അതിന്റെ പ്രോഗ്രാം ഉദ്ഘാടനം അത് ചെയർമാന് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനമോ അതിന്റെ ചെയർമാന് കൈമാറ്റം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു.
നമുക്ക് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ലക്ഷ്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കട്ടെ എന്ന്. വെബ്സൈറ്റ് ലോഞ്ചിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ടൂറിസം ഉൾപ്പെടെയുള്ള പ്രൊജക്റ്റുകളുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെയും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് നമുക്കെല്ലാം സന്തോഷം നൽകുന്ന കാര്യമാണ്. പേരാവൂരിന്റെ ഒരു സവിശേഷത, പേരാവൂരിന്റെ പേരും പെരുമയും ലോകത്തിന്റെ നെറുകയിൽ ഉയർത്താൻ സാധിച്ച ഒരു സ്ഥലമാണ്. അതിന് കായിക മേഖലയുടെ കുതിപ്പാണ് ഏറെ സഹായിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നും ആ പേര് സൽപ്പേര് നിലനിൽക്കുന്നു. അതിന് അനുയോജ്യമായ ഒരു തലമുറയെ നന്മയിൽ, കായികക്ഷമതയിൽ, മാനസിക ആരോഗ്യത്തിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നിരവധിയായ കർമ്മ പദ്ധതികൾ വിവിധ ഏജൻസികൾ, വിവിധ സംഘടനകൾ ഇവിടെ നടത്തുന്നു എന്നത് വളരെ ആശ്വാസകരമാണ്, പ്രതീക്ഷ നൽകുന്ന ഘടകം തന്നെയാണ്. ഈ 20+ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു. 20 പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉള്ള സേവന പദ്ധതിയാണ് ഈ 20+ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതിലെ കുട്ടികളുടെ വളർച്ച അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവരുടെ സ്വഭാവ രൂപവൽക്കരണവും വ്യക്തിത്വ വികസനവും കായിക ക്ഷമതാ പുരോഗതിയും എല്ലാം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഈ പ്രസ്ഥാനത്തിലെ നല്ല പ്രവർത്തനങ്ങൾ വളരെയേറെ ആശാവഹമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നിരവധിയായ തെറ്റായ പ്രവണതകളുടെ വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എങ്കിൽ കുട്ടികളെ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും എല്ലാം വളർച്ച നല്ല നിലയിൽ ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി സാധിക്കണം. അതിനെ ഈ പ്രവർത്തനങ്ങൾ ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അടുത്ത കാലത്ത് സാങ്കേതിക വിദ്യകളുടെ തെറ്റായ ഉപയോഗം, സഹപാഠികളോടുള്ള ക്രൂരത, കുടുംബങ്ങളോടുള്ള ക്രൂരത, ഇതെല്ലാം യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാഗത്തു നിന്നുണ്ടായത് നമ്മുടെ കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവങ്ങളാണ് എങ്കിൽ അതൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മാത്രമാണ്. വളരെ ചെറിയ ഒരു ശതമാനം, ചുരുക്കം ചില ആളുകളാണ് അത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് പിടിക്കപ്പെടുന്ന വഴുതി പോകുന്നത് എങ്കിൽ അധികം പേര് നന്മയിൽ തന്നെ വളരുന്നവരാണ്. എന്നാൽ ഈ സാങ്കേതിക വിദ്യകളുടെയും ശാസ്ത്രത്തിന്റെയും വികാസ പരിണാമങ്ങളെ കൂടുതൽ മനുഷ്യ നന്മയ്ക്കായിട്ട് ഉപകരിക്കാൻ നമുക്ക് സാധിക്കണം. കുട്ടികൾ നല്ല കഴിവുള്ളവർ തന്നെയാണ്. മാനസികമായും ബുദ്ധിപരമായും കായികമായും അവരുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക, സ്വഭാവ രൂപവൽക്കരണത്തിന് ഊന്നൽ നൽകുക. നല്ല ഒരു കായിക പ്രതിഭ നല്ല സ്വഭാവത്തിന്റെ കൂടി ഉടമയായിരിക്കുമെന്ന് നമുക്ക് ജിമ്മി ജോർജിന്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ 20+ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല നിലയിൽ പുരോഗമിക്കുന്നതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ലോഞ്ചിങ് ഇവിടെ നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്. ചാരിറ്റബിൾ ട്രസ്റ്റിലെ ആരംഭത്തില് ചേരുമ്പോൾ പതിവ് പോലെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, പതിവ് പോലെ ഒരു ക്ലബ്ബ് തുടങ്ങാൻ, ഒരു സൊസൈറ്റി തുടങ്ങാം എന്നൊക്കെയാണ് ആദ്യം ആലോചിച്ചത്. പക്ഷെ കഴിഞ്ഞ 5-8 വർഷമായിട്ട് തോമസ് ജേക്കബ് സാറിനോടുള്ള പരിചയവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലികളും കണ്ടപ്പോൾ ഇത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്തായാലും നല്ല നിലയിൽ പ്രവർത്തിച്ചേക്കും എന്ന് മാത്രം അന്ന് തോന്നി. പക്ഷെ ഇന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ഔന്നത്യത്തിലേക്ക് കുതിച്ചു ചാടുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ അർപ്പണ ബുദ്ധിയോടും കൂടെ വളരെ നീണ്ടു നിൽക്കുന്ന വിശാലമായ ചിന്തകളോടും കൂടെ അതിൻ്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന കുറച്ച് വ്യക്തികളാണ്. അവർക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്ന തോമസ് ജേക്കബ് സാറാണ്. ഈ
ചാരിറ്റബിൾ ട്രസ്റ്റിന് പ്രത്യേകിച്ചും 20-ലധികം കർമ്മ പരിപാടികളുണ്ടെന്ന് തീർച്ചയായും മനസ്സിലാക്കി നിങ്ങളെല്ലാവരും. തീർച്ചയായും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുകയുള്ളൂ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പണക്കാരുടെയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെയോ ഒരു സംഘടനയല്ല. നിങ്ങളുടെ എല്ലാവരുടെയും സേവനങ്ങൾ ആവശ്യമുള്ളവർക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു ഗ്രൂപ്പ് എന്ന് മാത്രമേ. അത് കായിക രംഗത്തായാലും കലാരംഗത്തായാലും എഡ്യൂക്കേഷണൽ രംഗത്തായാലും ടൂറിസത്തിലായാലും എന്തിനായാലും ആവശ്യമുള്ളവർക്ക് വേണ്ട അവരുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഔന്നത്യത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള അർപ്പണ ബുദ്ധിയോടെയുള്ള ഒരു സംഘടനയായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഘടനയ്ക്ക് എല്ലാവിധ പിന്തുണയും നമ്മളെല്ലാവരും നൽകണം. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നമ്മുടെ എല്ലാവരുടെയുമുണ്ട്. തീർച്ചയായും ഇത് പേരാവൂരിന് ഒരു തിലകക്കുറിയാവുന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ ഈ 20+ ചാരിറ്റബിൾ ട്രസ്റ്റിന് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുകൂടാതെ ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു പുതിയ കളിയുടെ കാര്യം എനിക്ക് ഒരു വിധത്തിലും പിടികിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ ഏകദേശം രൂപമൊക്കെ മനസ്സിലായി. പക്ഷേ ഇത് നേരിട്ട് കണ്ടിട്ടില്ല. ഒരു വീഡിയോയിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ കുട്ടികളെ ഈ വഴിയിലേക്ക് എത്തിച്ചത് നമ്മുടെ കോക്കാട് പാപ്പച്ചൻ സാറാണ്. അദ്ദേഹം ഈ ഒരു വഴി കണ്ടെത്തുകയും ഈ വഴിയിലേക്ക് ഇത്രയധികം കുട്ടികളെ കൊണ്ടുവരികയും അവർക്ക് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ദേശീയ തലത്തിൽ ഒരു അംഗീകാരം ലഭിക്കുന്ന നിലയിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ 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 ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ചും കുറച്ച് കുട്ടികൾക്ക് ഇന്റർനാഷണൽ ലെവലിലുള്ള സെലക്ഷൻ പോലും കിട്ടി. ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് പറഞ്ഞാൽ 6 അല്ലെങ്കിൽ 1 കൊല്ലത്തിനുള്ളിലുള്ള പ്രവർത്തനം കൊണ്ടുണ്ടാകാം. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റിയ കോക്കാട് തങ്കച്ചൻ സാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളും. അതുകൂടാതെ ഈ പേരാവൂർ പഞ്ചായത്തിന് തന്നെ പേരാവൂർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പലപ്പോഴും ഞാൻ പലതിലും പോയപ്പോഴൊക്കെ ചോദിക്കുന്നത് അവിടെ ആയിരുന്നില്ല നമ്മുടെ ജിമ്മി ജോർജ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത കുടുംബമാണ്, നമ്മുടെ അടുത്ത വീടാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർക്കൊക്കെ നമ്മളോട് ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും ഒക്കെ. അങ്ങനെയുള്ള നമ്മുടെ പേരാവൂരിൻ്റെ യശസ് ഇത്രയധികം ഉയർത്തിയ ജിമ്മി ജോർജിൻ്റെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു ടീമിനെ വാർത്തെടുക്കുവാനും വാർത്തെടുത്ത ടീമിന് ദേശീയ തലത്തിൽ ഒരു അംഗീകാരം ലഭിക്കുവാനും സാധിച്ചത് വളരെ പ്രശംസാർഹമാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ചും എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. കുട്ടികളോട് പറയാനുള്ളത് വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഈ വെറും കളിയിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ പോരാ. കളിയുടെ കൂട്ടത്തിൽ പഠിക്കുകയും കൂടെ വേണം. നിങ്ങൾക്ക് ഒരു പൊൻതൂവൽ ചാർത്താൻ ഇത് പറ്റും. അതേസമയം തീരെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പം 30 പേർ ഇവിടുന്ന് ഇപ്പം പങ്കെടുത്ത 36 കുട്ടികളുണ്ട്. ഇത്രയും കുട്ടികൾക്ക് മുഴുവൻ ടോപ്പേഴ്സ് ആവാൻ പറ്റില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വഴി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പഠനത്തിലൂടെ തന്നെ വഴി കണ്ടെത്തണം. 36 പേരും അല്ലെങ്കിൽ 40 പേരും ഒരേ നിലയിൽ വളർന്നു വരാൻ കായിക രംഗത്തിൽ പറ്റുന്നവരില്ല. അതുകൊണ്ട് പഠനവും ഈ കായിക പരിപാടികളും നിങ്ങൾ തീർച്ചയായും. ഞാൻ ക്യാപ്റ്റനായി ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു, എനിക്ക് പേരാവൂരിൽ നിന്ന് അംഗീകാരം കിട്ടി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാവണം, നിങ്ങൾക്ക് ജീവിക്കാനുള്ള പഠിത്തം ഉണ്ടാവണം, നിങ്ങൾക്ക് ജീവിക്കാൻ 2 കാലിൽ നിന്ന് ജീവിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണം എന്നൊക്കെയാണ്. ആരോഗ്യം ചിലപ്പോൾ കായിക കാര്യങ്ങളിലൂടെ കിട്ടാം. പക്ഷേ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു
ബേസിക് ഉണ്ടാക്കണമെന്ന് മാത്രമേ മക്കളോട് പറയാനുള്ളൂ. എല്ലാവിധ ആശംസകളും എല്ലാ കുട്ടികൾക്കും നിങ്ങളുടെ ഈ ടീമിനടക്കം ഞാൻ നേരുന്നു. എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ടും ഈ 20+ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റിനും ഇന്നിവിടെ നടന്നിരിക്കുന്ന ട്രാവൽ ടൂറിസത്തിൻ്റെ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ ഗ്രൂപ്പിനും ഒക്കെ എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ടും എൻ്റെ എളിയ സഹായവും എൻ്റെ എളിയ സപ്പോർട്ടും എല്ലാ വിധത്തിലും ഞാൻ വാഗ്ദാനം ചെയ്തുകൊണ്ടും ഞാൻ നിർത്തുന്നു. ഇന്നിങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ എല്ലാവിധ നന്ദി വാക്കുകളും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. അടുത്തതായിട്ട് പരിശീലകനായ ശ്രീ തങ്കച്ചൻ കോക്കാട് ക്ഷണിക്കുകയാണ്. വിശിഷ്ട വ്യക്തികളെ, ഇന്ന് 20+ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ മികവ് തെളിയിച്ച കുട്ടികൾക്ക് അതോടൊപ്പം എന്നെയും എൻ്റെ കുട്ടികളെയും ആദരിക്കാൻ മനസ്സ് കാണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. ലങ്കാടി എന്ന് പറയുന്ന ഒരു ഗെയിമിനെ കുറിച്ച് പറയണം. അപ്പം നമ്മൾ കബഡി കളിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ഗെയിമാണ്. ഒറ്റക്കാലിൽ ചാടിപ്പോയിട്ട് എതിർ ടീമിലെ ഒരാളെ തൊട്ട് പുറത്താക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടീമിൽ 15 അംഗങ്ങളാണുള്ളത്. ഒരു സമയത്ത് ഡിഫൻസിന് ഇറങ്ങുമ്പോൾ 3 പേരായിരിക്കും. 3 പേര് ഡിഫൻസിന് ഇറങ്ങുമ്പോൾ നമ്മൾ റൈഡ് പോയിട്ട് അവരെ തൊട്ട് പുറത്താക്കണം. എത്ര പേരെ തൊട്ട് പുറത്താക്കുന്നു എന്നതാണ് അതിലെ പോയിന്റ്. അപ്പം നമ്മൾ റൈഡ് പോകുന്ന ആൾക്കാർ കാലം നേരത്തെ കുത്തിയാൽ അവർ കൊട്ടും. അപ്പൊ നമ്മൾ ആൾക്കാരെ തൊട്ട് പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിന്റെ പോയിന്റ് നിലവാരം നിൽക്കുന്നത്. അത് നമുക്ക് റൈഡ് പോകുന്ന ആൾക്കാർക്ക് അവരെ എത്ര നേരം സ്റ്റാമിന ഉണ്ടോ അത്ര നേരം നിൽക്കാം. നമ്മൾക്ക് മത്സരം നടക്കുന്നത് 9 മിനിറ്റുള്ള 4 ഇതായിട്ടാണ് മത്സരം നടക്കുക. അതിൽ ടോട്ടൽ 4 ഘട്ടം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളെ ഔട്ടാക്കുന്ന ടീമായിരിക്കും ജയിക്കുക. പിന്നെ ട്രൈ ബ്രേക്കർ വരുവാണെങ്കിൽ പോയിന്റ് വരുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിലെ ഏറ്റവും മികച്ച റൈഡും അതേപോലെ തന്നെ ഡിഫൻസ് ചെയ്യാൻ വരുന്ന ഒരാളും അവരെ എതിർ ടീമിന്റെ ഒരാളും ഇറങ്ങി കളിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്ത് ആരെയാണ് ഔട്ടാക്കുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും തീരുമാനമെടുക്കുക. അപ്പൊ അതിലായിരിക്കും വിജയികളെ പ്രഖ്യാപിക്കുക. അപ്പം നമ്മളെ ഈ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ലങ്കാടി അസോസിയേഷൻ രൂപീകരിച്ചതിന് ശേഷം കൊല്ലത്തുള്ള ഒരു ലേഡിയാണ് ഡോക്ടർ റെജില എന്ന് പറഞ്ഞു. അവരാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അസോസിയേഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ വരുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗെയിമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് ഒരു വീഡിയോ അയച്ചു തരുവാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചു. വീഡിയോ അയച്ചു തന്നപ്പം എനിക്ക് മനസ്സിലായി ഞാനിത് കർണാടകയിലുള്ള സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ തമാശക്ക് കളിച്ചുകൊണ്ടിരുന്ന ഗെയിമാണ്. അതേപോലെ തന്നെ ഹാൻഡ്ബോളും ഞാൻ അവിടുന്ന് കളിച്ച് പഠിച്ചതാണ്. അപ്പം കുട്ടികളോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ ഹാൻഡ്ബോളിന്റെ പരിശീലനം കൊടുക്കുന്നുണ്ടായിരുന്നു പിള്ളേർക്ക്. ആ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ ചെയ്തു. നമ്മൾ ഇവിടുന്ന് സ്റ്റേറ്റിൽ പോയി നമുക്ക് 44 പിള്ളേർക്കാണ് നാഷണലിലേക്ക് സെലക്ഷൻ കിട്ടിയത്. അതുകൂടാതെ നമ്മളെ ഈ പിള്ളേർ തന്നെ 44 പേര് നാഷണൽ കളിച്ചു. സബ് ജൂനിയർ ഗേൾസ് ടീം നമ്മളവിടെ പോയി കളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള മത്സരം തന്നെയായിരുന്നു. അപ്പം അവിടെ നമ്മൾ 4ാം സ്ഥാനത്തേക്ക് പോയി. ഒരു പോയിന്റാണ് നമ്മൾ അവിടെ തോറ്റത്. അപ്പൊ അവിടെയുള്ളവർ ചോദിച്ചു, നിങ്ങളെ ഈ ഗെയിം ആരെ പഠിപ്പിച്ചെന്ന്. നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് പഠിപ്പിച്ചാണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാനാ പഠിപ്പിച്ചത്. ഞാൻ തമാശ അവിടെ ടൈം പാസിന് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമാണ്. ഇപ്പൊ ഇതൊരു ഗെയിമായിട്ട് വന്നപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അവരെ പഠിപ്പിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ വന്നേക്കുന്ന ടീമുകളൊക്കെ 6 മാസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് രാവും പകലും സ്കൂളിൽ പോകാതെ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുള്ള ടീമുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ മാത്രം ഈ വൈകുന്നേരം സമയത്ത് സ്കൂൾ വിടുമ്പോൾ മാത്രമല്ല ശനിയാഴ്ച ഒരു ഉച്ചവരെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് രീതിയിൽ പോയിട്ടാണ് നമുക്ക് ഇത്രയും വലിയ അച്ചീവ്മെന്റ് എത്താൻ കഴിയുന്നത്. അതുകൂടാതെ ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് 8 പിള്ളേര് ഇന്റർനാഷണൽ നേപ്പാളിൽ വെച്ച് നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ ക്ലബിനെ കുറിച്ച് മാത്രം ഒന്ന് പറയാം. നമ്മൾ 2009 സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ നമ്മൾ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. അന്ന് നമ്മൾ കായിക രംഗത്തേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആർച്ചറി എന്ന ഒരു കായിക രംഗം. അപ്പൊ അന്ന് നമ്മുടെ ഈ നാട്ടിൽ ആർക്കും ആർച്ചറി എന്താന്ന് പോലും അറിയത്തില്ല. നമ്മൾ 2009 തുടങ്ങിയിട്ട് 2013 നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വരുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നമുക്ക് ഏകദേശം 250 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മെഡലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അവർ വന്ന രക്ഷയില്ല എന്നുള്ള രീതിയിൽ മുഴുവൻ ചാമ്പ്യൻഷിപ്പുകളും മിനി സബ് ജൂനിയർ ജൂനിയർ സീനിയർ എല്ലാ ചാമ്പ്യൻഷിപ്പുകളും നമ്മളെ പേരാവൂരിലെ കുട്ടികളുടെ മേഖലയിൽ കണ്ണൂര് നേടുമായിരുന്നു. അതുകൂടാണ്ട് നാഷണൽ ഗെയിംസിൽ 15 മെഡലുണ്ട്, 21-ലും 22-ലും നമുക്ക് നാഷണൽ ഗെയിംസിൽ മെഡൽ. ഇപ്രാവശ്യം നാഷണൽ ഗെയിംസിൽ പങ്കെടുത്ത 6 പേരിൽ 4 പേരും നമ്മുടെ പേരാവൂര്. അപ്പൊ ഇത്ര വലിയ നേട്ടങ്ങൾ ആർച്ചറിയിൽ ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ സെന്റ് ജോൺസ് യു പി സ്കൂളിൽ PTA പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അവിടെ സ്കൂൾ ഗെയിംസുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അതിലെ ഗെയിമുകൾ അവളെ നോക്കിപ്പോഴാണ് ഹാൻഡ്ബോൾ ഉണ്ടെന്നത്. അങ്ങനെ ആ വർഷം നമ്മൾ ഹാൻഡ്ബോളും കബഡിയും നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്തു, ബാസ്കറ്റ് ബോൾ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ കുറെ അത്ലറ്റിക്സിൽ നമ്മൾ പ്രാക്ടീസ് കൊടുത്തു. ഈ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം എന്ന് പറഞ്ഞാൽ UP സ്കൂളിൽ 25 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അത്ലറ്റിക്സിൽ പിന്നീട് നമുക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടിയത്. അപ്പൊ അതുകൂടാതെ ഹാൻഡ്ബോളിൽ നമ്മളവിടെ ജില്ലാ ചാമ്പ്യന്മാരായി, ജില്ല കളിച്ചു. തൊട്ടടുത്ത വർഷം നമുക്ക് ഹാൻഡ്ബോളിൽ വീണ്ടും നമ്മുടെ ജില്ല കളിച്ചു, 2 പേർക്ക് ഗോൾഡ് വെള്ളി മെഡൽ കിട്ടി. കബഡിയിൽ ആദ്യത്തെ വർഷം തന്നെ നമുക്ക് 3 സ്റ്റേറ്റ് മെഡൽ വന്നു ഗോൾഡ്. രണ്ടാമത്തെ വർഷം 4 വെങ്കല മെഡൽ വന്നു. ഇതൊക്കെ നമുക്ക് കളിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ കബഡി, അതേപോലെ ഈ നമ്മളിപ്പം കളിക്കുന്ന ഗെയിം, അതേപോലെ തന്നെ കൊക്കോ എന്നൊക്കെ പറഞ്ഞ ഗെയിം കളിക്കുന്ന ഗെയിം മാറ്റ് വേണം, റബ്ബർ മാറ്റ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിക്കില്ലാതെ മത്സരം കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ഇത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് കുറവായതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ നമ്മളവിടെ നാഷണലൊക്കെ ചെന്നപ്പോഴത്തേക്ക് 1-2 മത്സരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ പിള്ളേര് മാറ്റ് കളിച്ച് പരിശീലിക്കാത്തതിന്റെ പേര് കുറച്ച് കുറവുണ്ടായി പോയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് കായിക രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ പിന്തുണ കിട്ടിയാൽ മാത്രമേ നമുക്ക് പിള്ളേരെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പിള്ളേർക്ക് പരിശീലനം കൊടുത്തൊന്നും ലങ്കാടിന്റെ പരിശീലനം നടത്തിയത് ഞാൻ സൗജന്യമായിട്ടാണ് കൊടുത്തത്. അപ്പൊ ഇതേപോലെ ഒത്തിരി കായിക കാര്യങ്ങൾ ഇനിയും നമുക്ക് ഞാനിപ്പം വെക്കേഷൻ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. കോർഫ് ബോൾ എന്ന് പറഞ്ഞാൽ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗെയിമാണ്, എന്നാൽ അത് കണ്ണൂർ ജില്ലയിൽ ഇല്ല. ഇങ്ങനെയുള്ള കുറെ ഗെയിമുകൾ ഇനിയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ബാബു സാറുമായിട്ട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് നിങ്ങൾക്കൊരു പിന്തുണ തരാനുള്ള ഒരു ശ്രമം നമ്മൾ ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ ഓഡിറ്റോറിയത്തിൽ ഇത്രയും പിള്ളേര് ഒരു സൈഡിലിരിക്കുന്ന മുഴുവൻ എന്റെ പിള്ളേരാണെന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമുള്ള കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു ആദരിക്കൽ ചടങ്ങിൽ ഞാൻ സാധാരണ ഈ ആദരിക്കൽ ചടങ്ങിന് വിളിച്ച് ഞാൻ പോകാറില്ലാത്തവരാണ്. എല്ലായിടത്തും വിളിക്കും. ഞാൻ വരില്ല, പിള്ളേരെ ആദരിച്ചോളാം പറയും. അപ്പം നമ്മുടെ ജെയിംസ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഇതിന്റെ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു മെമ്പറായി കഴിഞ്ഞപ്പം ഞാൻ ഈ പരിപാടിക്ക് വന്നില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ വന്നത്. അപ്പൊ എന്തായാലും ഈ എന്റെ പിള്ളേരെയും എന്നെയും ആദരിക്കാൻ മനസ്സ് കാണിച്ച 20+ സൊസൈറ്റി ചാരിറ്റബിൾ സൊസൈറ്റിക്കുള്ള എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സന്നിഹിതരായിട്ടുള്ള വിശിഷ്ടത്തെ ബഹുമാന്യരെ, 20+ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വെബ്സൈറ്റിന്റെ ആധികാരികമായ ഉദ്ഘാടന ചടങ്ങുകൾ അവസാനിക്കുകയാണ്. ശേഷിച്ചത് ഇതിനെ സംബന്ധിച്ച നിങ്ങളെല്ലാവർക്കും നന്ദിയുടെ ഒരു വാക്ക് അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ഉദ്ഘാടന യോഗത്തിൻ്റെ അധ്യക്ഷത അലങ്കരിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ തോമസ് സാറാണ്. സാറ് ഇന്നലകളിലും ഇന്നും ജീവകാരുണ്യ മേഖലയ്ക്ക് ഒരു താങ്ങും തണലും വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയുമാണ്. നാളെയും കൂടുതൽ ശോഭയോടെ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ശ്രീ തോമസ് സാറിന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ ട്രസ്റ്റ് അംഗങ്ങളുടെയും വിശിഷ്ട വ്യക്തികളുടെയും സർവോപരി ഈ കൊച്ചു കായിക താരങ്ങളുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ വെബ്സൈറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പേരാവൂർ നിയോജക മണ്ഡലം MLA ശ്രീ സണ്ണി ജോസഫ് സാറാണ്. അല്പം വൈകിയാണ് അദ്ദേഹത്തിന് വരാൻ പറ്റിയെങ്കിൽ പോലും നമ്മുടെ ചടങ്ങ് മനോഹരമാക്കുവാൻ അദ്ദേഹം എത്തുകയും അദ്ദേഹത്തിന്റെ ഉദ്യമം പൂർത്തീകരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട MLA സണ്ണി സാറിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ സദസ്സിന്റെ മുഖ്യ ആകർഷണ കേന്ദ്രങ്ങളായിട്ടുള്ള നമ്മുടെ ഈ കൊച്ചു കായിക താരങ്ങൾക്ക്
ഷീൽഡും അവരെ പ്രോത്സാഹിപ്പിച്ച അതിൻ്റെ കോച്ച് തങ്കച്ച് സാറിന് മെമന്റോയും ഒക്കെ നൽകി ആദരിച്ചത് നമ്മുടെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള രാമേന്ദ്രൻ ഡോക്ടർ ആരംഭം മുതൽ ഇവിടെ സന്നിഹിതനാണ്. നമ്മുടെ എല്ലാ പരിപാടിക്കും അദ്ദേഹം കൃത്യമായിട്ട് വരികയും നമ്മളെ സഹായിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന രക്ഷാധികാരിയാണ്. ഡോക്ടറെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറെ ബഹുമാനത്തോടെ നന്ദി അറിയിക്കട്ടെ. ട്രസ്റ്റിന്റെ ഈ പരിപാടിയിൽ ആകർഷകമായിട്ട് നടന്ന പരിപാടി ഞാൻ സൂചിപ്പിച്ചു. കായിക താരങ്ങളായിട്ടുള്ള മക്കള്, അതുപോലെ തന്നെ അവരെ പ്രോത്സാഹിപ്പിച്ച, അവരെ പരിശീലിപ്പിച്ച തങ്കച്ച് സാറിനെ ഏറെ ആദരവോടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സാറിന്റെ കീഴിൽ പഠിച്ച് ആദരം കൈപ്പറ്റിയ, ഷീൽഡുകൾ കരസ്ഥമാക്കിയ എല്ലാ കൊച്ചു മക്കളെയും എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ചത് ഞങ്ങളുടെ ട്രസ്റ്റിന്റെ ബഹുമാനപ്പെട്ട ട്രസ്റ്റ് കൂടിയായ ജെയിംസ് സാറാണ്. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇവിടെ ഈ പ്രോഗ്രാമുകൾ നല്ല നിലയിൽ അനൗൺസ് ചെയ്ത മാത്യു സാറ് അത്യാവശ്യമുള്ളതുകൊണ്ട് അദ്ദേഹം ഇപ്പം പുറത്തേക്കൊന്ന് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ട്രസ്റ്റി അംഗങ്ങള്, അതുപോലെ തന്നെ 20+ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബഹുമാന്യരായിട്ടുള്ള മെമ്പർമാര്, വ്യാപാരി സുഹൃത്തുക്കള്, ക്ഷണിക്കപ്പെട്ട മറ്റ് അതിഥികള്, എല്ലാവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.